പോക്കിമോന്റെ ഏറ്റവും പുതിയ റിലീസിലെ ഒന്നല്ല രണ്ട് ബോക്സ് ആണ് നമ്മൾ തുറക്കാൻ പോകുന്നത്. സിന്ധിയാസ് കാർച്ച് MBX പ്രീമിയം കളക്ഷൻ ബോക്സ് ആൻഡ് ടീം റോക്കറ്റ്സ് മ്യൂട്ടു EX ബോക്സ്. ഈ രണ്ട് ബോക്സും ഡെസ്റ്റിനി റൈവൽസിന്റെ കൂടെ റിലീസ് ആയതാണെങ്കിൽ പോലും സ്കാർലറ്റ് ആൻഡ് വയലറ്റിന്റെ പല വെറൈറ്റി ഓഫ് പാക്സും ഈ രണ്ട് ബോക്സിനകത്തുണ്ട്. അതുകൂടാതെ അക്രിലിക് ഫിഗേഴ്സ്, ജംബോ കാർഡ്സ്, അങ്ങനെ പല വെറൈറ്റി ഓഫ് ഐറ്റംസ് നമുക്ക് ഈ ബോക്സിൽ കാണാൻ പറ്റും. സോ ആദ്യം താമസിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ രണ്ട് ബോക്സും ഇവിടെ റെഡിയാണ്. ടീം റോക്കറ്റ്സ് മ്യൂട്ടു EX ബോക്സ് ആൻഡ് നമ്മുടെ സിന്ധിയാസ് കാർച്ചം ബോക്സ്. സോ ഏതാദ്യം തുറക്കണം? നമ്മുടെ ഫേവറേറ്റ് പോക്കിമോണായ ഗാർച്ചമ്പിൻ്റെ ബോക്സ് തന്നെ നമുക്ക് ആദ്യം തുറന്നേക്കാം. സോ സിന്ധിയാസ് കാർച്ചം EX പ്രീമിയം കളക്ഷൻ. ഇതിനകത്ത് ആക്ച്വലി ഒരു ഗാർച്ചമ്പിൻ്റെ പ്രൊമോ കാർഡ്, സിന്ധിയാസ് ഗാർച്ചമ്പിൻ്റെ പ്രൊമോ കാർഡ്, അതൊരു EX കാർഡാണ്. ആൻഡ് അതിൻ്റെ പ്രീ എവല്യൂഷൻസ് ആയ ഗിബിൾ ആൻഡ് ഗബൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നോർമലി ബോക്സിൽ കണ്ടുവരാത്ത ഒരു അക്രലിക്, ഒരു എന്താ പറയുക, നമ്മൾ ഈ പറിച്ചെടുത്തിട്ട് ഈ ഹോളിനകത്ത് ഒട്ടിച്ച് വെക്കുന്ന സാധനമല്ലേ, അതാണ് ബേസിക്കലി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് മെയിൻലി എനിക്ക് പേഴ്സണലി അത് അത്ര താല്പര്യമുള്ള കാര്യമല്ല. കാര്യം ഒരു ജംബോ കാർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് പ്രൊമോ ആയിരുന്നെങ്കിൽ പിന്നെ ഒരു രസം ഉണ്ടായിരുന്നു എനിക്ക് തോന്നി. സോ ലൈക്ക് എൻ്റെ അഭിപ്രായമാണ്. ഈ ബോക്സിൻ്റെ ബാക്കിൽ നോക്കാം. സോ ഇതാണ് കാര്യം ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ഒരു കാർഡ്ബോർഡ് ബോക്സ് പോലെ ഉണ്ടാവും. ആ ബോക്സിൻ്റെ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ അക്രലിക് പോലെ ശരിക്കും ഇങ്ങനെ സിന്ധിയുടെ പല പല പോക്കിമോൺസ് നമ്മളിങ്ങനെ കുത്തി വെക്കാം അത്രേ ഉള്ളൂ. സോ അത്ര വലിയ കിടിലൻ ഒരു അക്രലിക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് നമുക്കൊരു പോസ്റ്റ് കാർഡ് കൂടി കിട്ടും. ഈ പോസ്റ്റ് കാർഡ് ഉള്ളത് അതെനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിനകത്ത് 6 പോക്കിമോൺ TCG ബൂസ്റ്റർ പാക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റടിക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഈവൻ ദോ ഡെസ്റ്റിനി റൈവൽസിൻ്റെ സെറ്റിലാണ് ഇറങ്ങിയെന്നുണ്ടെങ്കിലും മെയിൻലി ഇതിനകത്ത് ഡെസ്റ്റിനി റൈവൽസ് മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ 2 ഡെസ്റ്റിനി റൈവൽസ് ഉണ്ട്, ഒരു ജേർണി ടുഗെദർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് 3 പാരഡോക്സ് ഇഷ്ടമാണെന്ന് തോന്നുന്നു. സോ നമുക്കൊന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ നമുക്ക് അധികം താമസിപ്പിക്കാതെ നമുക്ക് നേരെ ബോക്സ് അങ്ങോട്ട് തുറക്കാം. ഈ സാധനമൊന്നും ഇനി ഉപയോഗിക്കുന്നില്ല, നമുക്ക് വലിച്ച് തന്നെ കീറാം. ഇതാണ് ഒന്നുകൂടി എളുപ്പം. വൃത്തിക്ക് കീറിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഗൈസ്. നമ്മളിത് നേരെ ഇതാണോ എന്തൊരു എളുപ്പമെന്ന് നോക്കി. സാധാരണ ഞാനിതെടുത്ത് അതിൻ്റെ അറ്റം കണ്ടുപിടിച്ച് പിന്നെ മൂല കണ്ടുപിടിച്ച് കീറിയിട്ടൊക്കെ എടുക്കുമ്പോൾ ഒരു സമയമാവും ഗൈസ്. പക്ഷേ ഇത് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒരു ലുക്കുണ്ട് കേട്ടോ ഈ സാധനം. നമുക്ക് അതിനെ തന്നെ ഇത് നേരെ പുറത്തേക്ക് എടുക്കാം. സോ ചടി പോരട്ടെ. നോർമലി അവരിങ്ങനെ തന്നെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. 3 പ്രൊമോ കാർഡ്സ് ഇവിടെ. നമുക്ക് ആദ്യം പ്രൊമോസ് നോക്കാം. ഈ സാധനം ഇവിടെ നിന്ന് പോപ്പ് ഔട്ട് ചെയ്ത് കളയുക. നമ്മുടെ 3 പ്രൊമോസ് കെയർഫുള്ളി എടുക്കാം. നമ്മുടെ ലാസ്റ്റ് പ്രൊമോ സിന്ധിയാസ് കാർച്ചം EX. സോ ഇതാണ് നമ്മുടെ മെയിൻ പ്രൊമോസ്. ആൻഡ് എനിക്ക് തോന്നുകയാണെന്ന് അറിയത്തില്ല, പല ബോക്സിലും ഞാൻ പല പോസ്റ്ററാണ്, അതായത് കാർച്ചമ്പിൻ്റെ തല ഫ്രണ്ടിലോട്ടും ബാക്കോട്ടും ഇരിക്കുന്ന പല ടൈപ്പ് ഓഫ് പോസ്റ്റേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിയാണെന്ന് എനിക്കത് കൺഫേം ചെയ്യേണ്ടി വരും. ബട്ട് ഇതാണ് EX കാർഡ്. ഇതിൻ്റെ ജാപ്പനീസ് വേർഷൻ നമുക്ക് നമ്മുടെ ചാനലിൽ പുള്ളി ചെയ്തപ്പോൾ തന്നെ കിട്ടിയതാണ് ആക്ച്വലി. ആൻഡ് ഇത് കൂടാതെ ഗിബിളിൻ്റെയും ഗബൈറ്റിൻ്റെയും ഒരു എന്താ പറയുക, സ്പാർക്ലിംഗ്, ഒരു പബ്ലി എഫക്റ്റ് ഉള്ള പോലത്തെ ഒരു ബോർഡറും കൂടിയുള്ള ഒരു പ്രൊമോ കാർഡാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ബട്ട് ഇത് ആക്ച്വലി കൊള്ളാം ഗൈസ്. ഇതിൻ്റെ പാറ്റേൺസും കാര്യങ്ങളും അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. സോ നമുക്ക് ഇത് കിട്ടിയ പാട് തന്നെ നമുക്കിതൊരു കാര്യം ചെയ്യാം, നമുക്ക് സ്ലീവ് ചെയ്ത് വെക്കാം. നേരെ സ്ലീവിലേക്ക് പോട്ടെ, അതാകുമ്പോൾ അത് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും. ആൻഡ് നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ പാക്സ് മാറ്റി വെക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പറയുക, ഒരു പോസ്റ്റ് കാർഡ് പോലത്തെ ഒരു ചെറിയ നമ്മുടെ മറ്റേ ഫിലിം ക്യാമറ എന്നൊക്കെ വരുന്ന പോലത്തെ ഒരു ടൈപ്പ് സെറ്റപ്പ് സാധനം. ഇത് കൊള്ളാം. ഇത് ഞാൻ ആക്ച്വലി കീപ്പ് ചെയ്യുമായിരിക്കും. ബട്ട് ഇതിനോട് എനിക്ക് അത്ര വലിയ അഭിപ്രായമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒന്നാമത് ഇത് ഒരുപാട് ആവശ്യമില്ലാത്ത സ്പേസ് കൺസ്യൂം ചെയ്യും, അതാണ് എനിക്കിഷ്ടമല്ലാത്തത്. ആൻഡ് ഇതിനകത്ത് ഇങ്ങനെ പോപ്പ് ചെയ്തെടുക്കുക. ആൻഡ് നമുക്കിത് ഇങ്ങനെ കുത്തി വെക്കാൻ പറ്റും. അപ്പോൾ ഈ സാധനം എന്താ പറയുക, ഇതൊക്കെ പോപ്പ് ചെയ്ത് പുറത്തേക്ക് വരും. എല്ലാം ഞാൻ കാണിക്കുന്നില്ല, കണ്ടോ, ഇതൊക്കെ നമുക്ക് പോപ്പ് ചെയ്ത് പുറത്തേക്ക് വെക്കാം. ആൻഡ് നമ്മൾ ഇത് ഇങ്ങനെ നമുക്കൊരു എന്താ പറയുക, ഒരു സ്റ്റാൻഡ് പോലെ നമുക്കിവിടെ വെക്കാം. തൽക്കാലത്തേക്ക് ഇവ മാത്രം ഇവിടെ ഇരിക്കട്ടെ. ബാക്കി ആരെയും എനിക്ക് ഇഷ്ടമല്ല കേസ്, നമുക്ക് നേരെ കളഞ്ഞേക്കാം. ആൻഡ് നമ്മുടെ പ്രധാനപ്പെട്ട പാക്സ് ആൻഡ് കോഡ് കാർഡ് വേണ്ട ആർക്കെങ്കിലും കോഡ് കാർഡ് നേരെ സ്കാൻ ചെയ്തെടുത്തോളൂ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പ്രൊഡിക്റ്റ് ചെയ്ത കറക്റ്റാണെന്ന് നോക്കാം. പാരഡോക്സ് റിഫ്റ്റ്, ഡെസ്റ്റിനി റൈവൽസ്, ജേർണി ടുഗെദർ, പാരഡോക്സ് റിഫ്റ്റ്. ഓക്കെ, അപ്പോൾ കറക്റ്റാണ് കേസ്. 3 പാരഡോക്സ് റിഫ്റ്റ്, 2 ഡെസ്റ്റിനി റൈവൽസും, 1 ജേർണി ടുഗെദർ. ഇതാണ് നമ്മുടെ കറണ്ട് പാക്ക് ഈ സാധനത്തിൽ കിട്ടുന്ന പാക്സ് എന്ന് പറയുന്നത്. സോ ജനറലി ഇങ്ങനെ ബോക്സസ് വരുമ്പോൾ നോർമലി എല്ലാം മിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഡെസ്റ്റിനി റൈവൽസിൻ്റെ പല ഡെസ്റ്റിനി റൈവൽസിൻ്റെ മെയിൻ ചേസ് കാർഡായ ടീം റോക്കറ്റ്സ് മ്യൂട്ടു കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ചേസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്മൾ എല്ലാ ദിവസവും ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ
ആയിട്ട് ടീം റോക്കറ്റ്സ് മ്യൂട്ടു കിട്ടുന്നവരെ നമ്മൾ പാക്ക് ഡെസ്റ്റിനി റൈവൽസിൻ്റെ പാക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ടീം റോക്കറ്റ്സ് മ്യൂട്ടു എന്ന് പറഞ്ഞില്ല, അപ്പം തന്നെ വൃത്തികെട്ട സാധനം വന്നു ഗൈസ്, വൃത്തികെട്ട സാധനം വന്നു. ഇതാണ് ഗൈസ് അടുത്ത ബോക്സ് നമ്മുടെ ടീം റോക്കറ്റ്സ് മ്യൂട്ടു EX ബോക്സ്. അപ്പോൾ ഇത് മെയിൻലി എനിക്കൊന്ന് ഇങ്ങനത്തെ EX ബോക്സസ് ഒക്കെ ടൂർണമെൻറ്റ് സ്ട്രാറ്റജി ഡെക്ക് ഫോം ചെയ്യുന്ന ഭാഗത്തിനായിട്ട്, അതായത് ജിയോവാണി, ടീം റോക്കറ്റ്സ് മ്യൂട്ടു ആൻഡ് മിയോത്തൊക്കെ നമുക്ക് ടൂർണമെൻറ്റിൻ്റെ ഡെക്ക് ഭാഗങ്ങളായിട്ട് വരുന്നതാണ്. ഇതൊരു സാധാ EX ബോക്സ് ആണ്. മറ്റേ ബോക്സിൽ എഴുതിയേക്കുന്ന പോലെ സ്പെഷ്യൽ കളക്ഷൻ, പ്രീമിയം കളക്ഷൻ അങ്ങനെയൊന്നും ഈ ബോക്സിലില്ല. നേരിട്ട് ഒരു നേരെ എന്താണ് ഈ ബോക്സിലുള്ളത് എന്നുള്ളൊരു ക്ലാരിറ്റി തരുന്നതോടെ. അപ്പോൾ ഇതിനകത്തൊരു ഫോട്ടോ സ്റ്റിക്കറുണ്ട്. ആൻഡ് ഈ ബോക്സും ഡെസ്റ്റിനി റൈവൽസിൻ്റെ സെറ്റിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് ഒരു ജംബോ കാർഡ് ആൻഡ് കുറച്ച് പ്രൊമോസ്. അപ്പോൾ അധികം താമസിപ്പിക്കാതെ നമുക്ക് നേരെ എന്ത് രസം, ഞാൻ മറ്റേ പരിപാടി നിർത്തി കത്തിയൊക്കെ വെച്ച് സൈഡ് തുറക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യമില്ല. നേരെ സാധനം പുറത്തെടുക്കുന്നു ആൻഡ് സാധനം ഒപ്പിയാം. ആക്ച്വലി ഈ സാധനം നേരത്തെ ഇങ്ങനെ പോകുന്നു, അതെന്തായാലും നന്നായി. നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ജംബോ കാർഡ് നോക്കാം ഗൈസ്. വാവ്, പൊളി ഗൈസ്. ജംബോ കാർഡിനെങ്കിലും ഒരു സെൻറ്ററിങ്. സാധാരണ ഞാൻ തുറക്കുന്ന എല്ലാ സാധനത്തിലും സെൻറ്ററിങ് എന്ന് പറയുന്ന സാധനം പോക്കാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ PSA ഗ്രേഡ് ആക്ച്വലി ഇതിൻ്റെ പോക്കാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇതും തന്നെ ഇതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത്, ഇങ്ങോട്ടുള്ളൊരു ലെങ്ത് കൂടുതലും ഈ ഒരു ലെങ്ത് കുറവായിട്ടും കാണാം. മെയിൻലി പണ്ടൊക്കെ ഇത് ലൈക്ക് ഇംഗ്ലീഷ് സെറ്റിലായിരുന്നു ഈ പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ തുറക്കുന്നത് ജാപ്പനീസിലും സെൻറ്ററിങ് പ്രശ്നമാണ്. ബാക്കിയെല്ലാം ഒക്കെ ആയിരിക്കും എഡ്ജസ് സാധനങ്ങളൊക്കെ. അതുപോലെ ഞാനത് ഗ്രേഡിങ്ങിന് അയച്ച സാധനങ്ങൾ എനിക്ക് PSA 9-8 കിട്ടി. ഇതുവരെ ഒരു തവണ ഒരു 10 കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ലൈക്ക് അങ്ങനെ നമുക്കൊരു 10 കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. സോ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഈ സെൻറ്ററിങ് ആക്ച്വലി നമുക്ക് ഈ സെൻറ്ററിങ് ഒരുപാട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫണ്ട് ഭയങ്കരമായിട്ട് സ്പോയിലാവും. സോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും നോക്കാറില്ല. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പോസ്റ്റ് കാർഡ്. അപ്പോൾ ഈ 2 കാർഡ്സാണ് നമ്മുടെ മെയിൻലി ഈ 2 ബോക്സിലുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, നമ്മുടെ പാക്കിലെ ആർട്ട് വർക്ക് തന്നെയാണിത്. സോ ഇത് ഈ പാക്കിലെ ആർട്ട് വർക്കാണിത്. ആൻഡ് സിന്ധ്യയുടെ അതൊന്നുമിവിടെ ഈ പാക്കിൻ്റെ ഇതേ ആർട്ട് വർക്ക് തന്നെയാണ് ഇവിടെ. സോ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല ഇവിടെ. സോ നമുക്കിത് ആദ്യം മാറ്റി വെക്കാം. പിന്നെ ഇത് ആക്ച്വലി വെർത്ത് സ്ലീവിങ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EX കാർഡാണ്. ആൻഡ് പ്രധാനപ്പെട്ടതായിട്ട് ബ്ലാക്ക് സ്റ്റാർ പ്രൊമോ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് താഴത്ത് കാണാം ബ്ലാക്ക് സ്റ്റാർ പ്രൊമോ. സോ ഇതിൻ്റെ ഈ ബോക്സിൽ നിന്ന് മാത്രമേ ഈ സാധനം കിട്ടുള്ളൂ. സോ ഭാഗ്യവശം എന്നല്ല, എന്താ പറയുക, ഈ ബോക്സ് ഇറങ്ങിയ പാടെ എനിക്ക് തോന്നുന്നത് ഇത് കിട്ടാൻ അത്ര പാടില്ലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനത്തെ ഒരു ബോക്സ് ഒക്കെ റിലീസ് ആകുമ്പോൾ ഒരു സ്റ്റോറിലും എനിക്ക് കിട്ടുന്ന ഒരു സാധനമില്ല. ഞാൻ പ്രീ ഓർഡറൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഓരോന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് എനിക്കൊരു എന്താ പറയുക, കടയിൽ പോയപ്പോൾ ഇഷ്ടം പോലെ എല്ലാ കടയിലും സ്റ്റോക്ക് കാണുന്നുണ്ട്. അതിനർത്ഥം ആവശ്യത്തിന് ബൊക്കെയാണ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. വിച്ച് മീൻസ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പാക്ക് കിട്ടും. സോ അത് തന്നെ ഒരു സന്തോഷം ഉള്ള കാര്യം. സ്കാൽപ്പേഴ്സിൻ്റെ ഒരു സമയം മാറട്ടെ, നമുക്ക് എല്ലാവർക്കും പാക്ക് കിട്ടാനുള്ള ടൈം വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. സോ ഇതിനകത്ത് നമുക്ക് 4 പാക്സാണ് ഉള്ളത്. ഒരു പാരഡോക്സ് റിഫ്റ്റ്, 2 ഡെസ്റ്റിനി റൈവൽസ്, 2 ജേർണി ടുഗെദർ ആൻഡ് പുറമേ കാണിക്കാൻ ജിയോവാണിയുടെ നൈസ്. അത്യാവശ്യം ഇങ്ങനത്തെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പാറ്റേൺസ് എനിക്ക് വേറെ ഒരു കാർഡിലും കാണാൻ സാധിക്കില്ല. ലൈക്ക് ഈ ഒരു ബോർഡർ ആൻഡ് ഒരു സ്പാർക്ലിംഗ് എഫക്റ്റ് ഉള്ളത്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ടീം റോക്കറ്റ്സ് മിയോത്ത് കാണിക്കുന്നതിന് മുന്നേ കോഡ് കാർഡ് വേണമെന്നുള്ളൊരു കോഡ് കാർഡ് പ്രാന്തന്മാരുടെ ഡേയ്സ്. എനിക്ക് എത്ര മെസ്സേജ് ആ കോഡ് കാർഡിന് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഒരു പിടിയില്ല. സോ ഈ കോഡ് കാർഡ് വേണ്ടവരൊക്കെ കോഡ് കാർഡ് എടുത്തോളൂ. ആൻഡ് നമ്മുടെ ടീം റോക്കറ്റ്സ് മിയോത്ത് നമ്മുടെ ലാസ്റ്റ് പ്രൊമോ കാർഡ്. സോ നമ്മുടെ പാക്സ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഒന്ന് ക്യാമറ ആംഗിൾ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നേരെ പാക്സ് തുറക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ പാക്ക് ഇതാ ഇവിടെ റെഡിയാണ്. സോ ഞാനത് രണ്ടും ഓരോ ബോക്സിൽ നിന്ന് കിട്ടിയേക്കുന്ന സാധനം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള കാര്യം, ഒരു ബോക്സിൽ ഹിറ്റ് റേറ്റ് എത്ര ഉണ്ട്, അതായത് നമുക്ക് കിട്ടുന്ന ചേസ് കാർഡ്സ് വല്ലതും കിട്ടുമോ ഇല്ല എന്നുള്ളൊരു ഓരോ ബോക്സിനും എന്തോരം കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ചുമ്മാ ചിലപ്പോൾ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നോർമലി ഇങ്ങനത്തെ ബോക്സസിന് പൊതുവേ ഹിറ്റ് റേറ്റ് കൂടുതലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോക്സിൽ നിന്ന് ഇങ്ങനത്തെ സ്പെഷ്യൽ ബോക്സസിൽ നിന്നൊക്കെ 1-2 ഹിറ്റ്സ് ഒക്കെ മിനിമം കിട്ടാറുള്ള. കഴിഞ്ഞ പ്രാവശ്യം 151 ബോക്സിനെ കുറിച്ച് ഇത് പറഞ്ഞിട്ട് നമുക്കൊന്നും ഒരു തെങ്ങയും കിട്ടിയില്ല. ബട്ട് എന്നാലും ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ കോഡ് കാർഡ് വേണ്ട ഒരു കോഡ് കാർഡ് എടുത്തോളൂ. അപ്പോൾ നമുക്ക് ഈ ബോക്സിൽ എന്തെങ്കിലും ഒരു ഹിറ്റ് ഉണ്ടോ എന്ന് നോക്കാം. സോ ബേസിക് എനർജി, സ്വെലോ, ഇലക്ട്രോപ്പസ്, സെയിലിയ, പൊറിഗൺ, മെലോട്ടിക്, ടീം റോക്കറ്റ്സ് ഫാക്ടറി, Spinco, Ethan's Adventure, Betagross EX,
ആക്ച്വലി മെറ്റഗ്രോസ് EX എനിക്ക് ഇല്ലാത്തൊരു കാർഡായിരുന്നു ഗൈസ്. നമുക്ക് EX കാർഡ്സ് ഞാനിതിൻ്റെ മാസ്റ്റർ സെറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. ഡെസ്റ്റിനി റൈവൽസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പാക്ക് പറഞ്ഞ് എനിക്കൊന്ന് മ്യൂട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് മിക്കവാറും ഞാൻ മുടിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ആ പോകുന്ന കൂട്ടത്തിൽ ആ മാസ്റ്റർ സെറ്റും കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. സോ നമുക്ക് അത് ഇവിടെ വെക്കാം. ആൻഡ് നമുക്ക് നേരെ അടുത്ത പാക്കിലേക്ക് കിടക്കാം. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് നമ്മുടെ എപ്പിസോഡ്സിലും ചാനലൊക്കെ ആയിട്ട് ഒരുപാട് ഗീവേഴ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്ന ഗീവേഴ്സ് ഒക്കെ ഓൾറെഡി നാട്ടിലെത്തി. അപ്പോൾ ഓരോരുത്തർക്കൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് നമ്മുടെ ലൈവ് ഗീവേഴ്സിലുള്ളവർക്കൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഫുൾ കൂപ്പൺ കോഡ് കൊടുത്തിട്ട് നമ്മുടെ ഗീവേഴ്സ് ഒക്കെ ആക്റ്റീവാണ്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ നമ്മുടെ പൊക്കിമോൺ റിലേറ്റഡ് കണ്ടൻസ് ഒക്കെ താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് പൊക്കിമോൺ ചാനൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റും ഉണ്ട്. സോ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ജാപ്പനീസ് ആണുള്ളത്. ഇപ്പോൾ സ്ലാബ്സും സാധനങ്ങളൊക്കെ ഉടനെ വരും. സോ നിങ്ങൾക്ക് പൊക്കിമോൺ അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് സ്ലാബ്സും കാർഡ്സൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ പാക്കിൽ സ്ട്രൂമിഷ് ഇട്ടുണ്ടാവണം. ദൈവമേ, ടീം സാട്ടിക്കണോ ചതിച്ച് ഗൈസ്. അതിൻ്റെ ബാക്കിൽ സിന്ധിയാസ് കാർച്ച BX. നൈസ് ഗൈസ്. കുറ്റം പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാക്കിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ തരുന്നുണ്ട്. സോ നമുക്ക് എനിക്കൊന്ന് ഇതെനിക്ക് 3-4 ഉണ്ടായിരുന്നു. നമുക്ക് ലൈവ് നമ്മൾ എന്നും നമ്മൾ ഗെയിം കളിക്കും, അതായത് പോക്കിമോണിൻ്റെ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ സ്കാർലറ്റ് ആൻഡ് വൈലറ്റ്, പോക്കിമോൺ ലെജൻഡ് RCS അതുപോലത്തെ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൈവ് റിപ്പ് ഷിപ്പിംഗ് ഒക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. സോ അതിനകത്ത് നമുക്ക് ലൈവിൽ റിപ്പ് ആൻഡ് ഷിപ്പ് ചെയ്തപ്പോൾ ഒരു സിന്ധിയാസ് കാർച്ച BX കിട്ടിയായിരുന്നു. സോ ബട്ട് ഈ സിന്ധിയാസ് കാർച്ച EXൻ്റെ, അതായത് EX അല്ലാതെ നമ്മുടെ സിന്ധിയാസ് കാർച്ചം ഒറിജിനൽ കാർഡ് നമുക്ക് സ്പെഷ്യൽ ഇല്ലസ്ട്രേഷൻ റെയർ നമുക്ക് ഓൾറെഡി കിട്ടിയായിരുന്നു. എനിക്ക് ഡെസ്റ്റിനി റൈവൽസിൽ ഇനി ഒരു സ്പെഷ്യൽ ഇല്ലസ്ട്രേഷൻ റെയർ കിട്ടാനുള്ളത് നമ്മുടെ ടീം റോക്കറ്റ്സ് കിട്ടും, പിന്നെ നമ്മുടെ ടീം റോക്കറ്റ്സ് ഹോയും കൂടിയാണ്. സോ അത് നമുക്ക് ബാക്കിയുണ്ട്. സോ ഇത് ആക്ച്വലി ജേണി ടുഗെദറിൻ്റെ പാക്കാണ്. നമുക്ക് ഈ പാക്കിൽ എന്തായി തരും നോക്കാം. മറാക്ടസ്, ടൊഡസ്ക്രോൾ, വീണ്ടും ടൊഡസ്ക്രോൾ, റിവേഴ്സ്, സ്പെഗറ്റീറ്റോ ആൻഡ് ലുഡിക്കോളോ ഗൈസ്. അപ്പോൾ ഹിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 out of 3 എന്ന് ഞാൻ പറയുള്ളൂ. നമുക്ക് ടെക്നിക്കലി നമ്മൾ EX നമ്മൾ ഹിറ്റ്സിൽ കൂട്ടാറുണ്ട്. സോ നമുക്ക് പാക്ക് മോശമാണെന്ന് പറയാൻ പറ്റില്ല. ആൻഡ് പാരഡോക്സ് റിഫ്റ്റ് 3 ഉള്ളത്. കുറച്ച് പേര് എന്നോട് പാരഡോക്സ് റിഫ്റ്റ് തുറക്കാൻ പറയുന്നുണ്ടായിരുന്നു ചാനലിൽ. അപ്പോൾ നമുക്ക് ആ എപ്പിസോഡ് ഉടനെ വരുന്നുണ്ട്. സാധാരണ പാക്ക് തുറന്നു വരുന്നൊരു സുഖം ഇല്ലല്ലോ ഗൈസ്. എനിക്ക് വന്നത് നോർമലി നമ്മൾ ഫേക്ക് കാർഡ്സ് അങ്ങനെയാണ് കണ്ടുപിടിക്കാറ്. നമുക്ക് ഈ പാക്ക് എന്തായി തീരും നോക്കാം. ഓക്കെ, ബേസിക് എനർജി, ലൈപ്പാഡ്, വെംപോഡ്, എലക്കിഡ്, ടിങ്ക് ടഫിൻ്റെ ആക്ച്വലി ഒരു കിഡിലൻ സ്പെഷ്യൽ ഇല്ലസ്ട്രേഷൻ റെയർ കാർഡ് നമ്മുടെ ഉണ്ട്. സോ സമയം കിട്ടുമ്പോൾ ഞാനത് കാണിച്ചു തരാം. ഓർബിറ്റൽ, ഡ്യൂറൻറ്റ്, പ്ലഗ് ആൻഡ് മ്യൂട്ടോ EX ഗൈസ്. ഇന്ന് ശരിക്കും EXൻ്റെ ദിവസമാണ് ഗൈസ്. പക്ഷേ ഈ മ്യൂട്ടോ EX കാർഡ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ഈ EX കാർഡ്സൊക്കെ ശരിക്കും ഈ ടൂർണമെൻറ്റ് കളിക്കുന്നവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഇതുണ്ട്. ബട്ട് നമ്മൾ അവർക്ക് നല്ല ഉപയോഗമുണ്ട്. ബട്ട് ഇത് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ EX ബൈൻഡർ ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ EX ബൈൻഡറിലേക്ക് അത് പോട്ടെ. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇതെല്ലാം ഇവിടെ വെക്കാം. ആൻഡ് നമ്മുടെ പാരഡോക്സ് റിഫ്റ്റ് രണ്ടാമത്തെ പാക്ക് നമുക്ക് തുറക്കാം. ചടുവ. ആൻഡ് കോഡ് കാർഡ്, ഞാൻ ഇടയ്ക്ക് കോഡ് കാർഡ് കാണിക്കാൻ മറന്നു ഗൈസ്, എന്നോടൊന്നും തോന്നരുത്. സ്കാൻ ചെയ്തെടുത്തോ. ഇന്ന് നമുക്ക് ഹിറ്റ്സ് കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. മിക്കവാറും നമുക്ക് EX കൊണ്ട് സന്തോഷിക്കേണ്ടി വരും ഗൈസ്. EX കൊണ്ട് സന്തോഷിക്കേണ്ടി വരും. ഗ്ലൈഗാർ, വീണ്ടും പ്ലഗ്, ഫിക്കോക്കോ, ഓണേജ്, സ്ക്രീം ടെയിൽ, അയൺ ബണ്ടിൽ, ഫെറത്തോൺ, പാരസോൾ ലെഡി, നൈസ്, മെല. ആക്ച്വലി ഗൈസ് ഇതൊരു സ്പെഷ്യൽ ഇല്ലസ്ട്രേഷൻ റെയറാണ്. SIR ആണ്. SIR ബാക്കിൽ ഊച്ചിയുണ്ട് ഗൈസ്. പക്ഷേ ഇത് ഗൈസ് ഒരു സ്പെഷ്യൽ ഇല്ലസ്ട്രേഷൻ റെയറാണ്. വാവ്, അടിപൊളി മെല. എനിക്ക് ഇതുവരെ പാരഡോക്സ് റിഫ്റ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഇല്ലസ്ട്രേഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. സോ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ അതുപോലെ തന്നെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ആൻഡ് ഗൈസ് കുറ്റം പറയാൻ പറ്റില്ല. 4 ഹിറ്റ്സ് ഔട്ട് ഓഫ് 5 പാക്ക്. EXും ഹിറ്റായിപ്പോയി, എന്ത് ചെയ്യാനാ. സോ നമുക്ക് നമ്മുടെ ലാസ്റ്റ്, അതായത് സിന്ധിയാസ് കാർച്ച BX ബോക്സിലെ ലാസ്റ്റ് പാക്ക് തുറക്കാം ഗൈസ്. ലാസ്റ്റ് പാക്കിൽ കോഡ് കാർഡ് വേണ്ട ഒരു കോഡ് കാർഡ് എടുത്തോളൂ. നമുക്ക് ഇതിൽ
ഇപ്പോൾ എന്താ പറയുക 3 EX ഒരു സ്പെഷ്യൽ ഇല്ലുസ്ട്രേഷൻ റെയർ കിട്ടി. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ റെയർ കൂടി കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവോ, ആഗ്രഹിക്കുന്നത് കുറച്ച് കൂടുതലാണോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. വിംപോൾ ഇതാ ഈ ഒരു വൃത്തികെട്ട പോക്കിമാണ് എനിക്ക് ഇത് ട്രോമയാണ് ഗൈസ്. കാര്യം സോഡൻ ഷീൽഡ് എന്ന് പറഞ്ഞ ഗെയിം കളിച്ചാൽ ഒരു കേവിൽ പോയി എവിടെ ചവിട്ടേലി പണ്ടാരാണ്. അതുകൊണ്ട് നമുക്ക് ഈ പാക്ക് എന്താ നോക്കാം. യമാസ്ക് ഇല്ല ഗൈസ്, ഇല്ല ലാസ്റ്റ് EX ഇല്ല, അയൺ മൗത്ത് ഫീച്ചർ. സോ അപ്പോൾ ഇറ്റ്സ് നോട്ട് ബാഡ് എന്ന് ഞാൻ പറയുള്ളൂ. ഞാനത് സ്ലീവ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എന്താ സ്ലീവ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പാറ്റേൺസ് ഇപ്പോൾ കണ്ടോ, ഇതിനകത്തൊരു സ്റ്റാർ പാറ്റേൺ ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണില്ല. അത് ഞാനിപ്പോൾ നമ്മൾ ഈ വീഡിയോ ക്ലോസ് ചെയ്തിട്ട് ഉടനെ ഞാൻ സ്ലീവ് ചെയ്ത് വെക്കും. സോ ഇതൊരു ഹിറ്റാണ്. മറ്റേ ഗ്രോസ് EX കണ്ടോ, EXൽ തന്നെ എന്താ പറയുക പല ടൈപ്പ് ഓഫ് EXs ഉണ്ട്. ഇതിനകത്ത് ആ സ്റ്റാർ ഇല്ല. നിങ്ങൾക്ക് വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. സോ ഞാൻ സ്ലീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് സ്ലീവ് ചെയ്യാത്തത്. സോ നമുക്ക് 1 2 3 ആൻഡ് നമ്മുടെ സ്പെഷ്യൽ ഇല്ലുസ്ട്രേഷൻ റെയർ മെല. സോ അടിപൊളി ഗൈസ്. നമുക്കൊരു ടോർക്കോളിനെ ഇവിടെ കാണാം. അപ്പോൾ ഈ എന്താ പറയുക സ്പെഷ്യൽ ഇല്ലുസ്ട്രേഷൻ റെയർസ് അടിപൊളിയാണ്. അതിൻ്റെ കൂടെ ഈ ട്രെയിനർ കാർഡിൻ്റെ കൂടെ ആക്ച്വലി ഒരു പോക്കിമോൺ കൂടി വരുമ്പോൾ അതിൻ്റെ വില ആക്ച്വലി നന്നായിട്ട് കൂടും. നല്ല ഡിമാൻഡുള്ളൊരു കാർഡായിട്ട് മാറും. ആൻഡ് ഇതിൻ്റെ ഈ കാർഡിൻ്റെ സെൻറ്ററിങ് ലുക്സ് പെർഫെക്റ്റ്. സെൻറ്ററിങ് അടിപൊളി. എഡ്ജിൽ ചെറിയൊരു കുഴപ്പമുണ്ട്. സോറി ഇപ്പോൾ ഈ എഡ്ജിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ചെറിയൊരു കുഴപ്പമുണ്ട്. ബട്ട് സർഫസ് ഒക്കെ ഓവറോൾ കൊള്ളാം. നമുക്ക് എന്തായാലും നല്ലൊരു ഹിറ്റാണ് ഗൈസ്, നല്ലൊരു അടിപൊളി ഹിറ്റ്. സോ നമ്മുടെ ലാസ്റ്റ് പാക്ക് മ്യൂട്ടു EX എന്ന് പറഞ്ഞ ബോക്സിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഇതുണ്ടോ ഈ പാക്ക് കണ്ടോ, ഇത് കട്ട് ചെയ്തേക്കുന്നതേ ശരിയല്ല. ഇതൊരു എനിക്ക് അതൊന്നും അറിയത്തില്ല. 10 ഡെസ്റ്റ് റൈവൽസിൻ്റെ ഇപ്പം എത്ര പാക്ക് തുറന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. ഡെയിലി എപ്പിസോഡ്സിൽ അല്ലാണ്ട് ഞാൻ കുറേ തുറന്നിട്ടുണ്ട്. സോ അത് എല്ലാ ദിവസവും പാക്ക് കയ്യിൽ പിടിച്ച് നോക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ബട്ട് ദിസ് ഫീൽസ് വെരി വിയർഡ്. അതായത് ഇതിനകത്ത് കണ്ടോ ഒരു ബബിളായിട്ട് ചാടി നിൽക്കുന്നുണ്ടോ. പാക്ക് ഈവൻ അല്ല. ഇപ്പം നിങ്ങൾക്ക് ഇതിന് മുന്നേ കട്ട് ചെയ്ത് പോയ പാക്കിൻ്റെ ബാക്കി കാണാം. ആൻഡ് ഗൈസ് ഇറഗുലർ കട്ടിന്, അതായത് ഇപ്പോൾ ഈ ഡെസ്റ്റിൻ റൈവൽസ് പറഞ്ഞ സാധനം എഴുതിയത് ഇവിടെ വന്നിരുന്നെങ്കിലുണ്ടല്ലോ നമ്മളത് ഉറപ്പായിട്ട് തുറക്കില്ല, നമ്മളത് ഗ്രേഡ് ചെയ്തേനെ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മിസ്കട്ടായ പാക്സിനൊക്കെ ഒരു മാർക്കറ്റുണ്ട്. ട്രസ്റ്റ് മീ, മിസ്കട്ടായ സാധനത്തിന് ഒടുക്കത്തെ റേറ്റാണ്. എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്ന റീലാണ് ആക്ച്വലി. അവൻ്റെ കൂടെ ഉള്ളൊരു പുള്ളിയുടെ, അതായത് പുള്ളി ഗ്രേഡിങ്ങിന് ഒരു അംബ്രിയോൺ അയച്ചത് 9.5 PGS ആയിട്ട് തിരിച്ചു വന്നത് ആ കാർഡ് നേരെ ഇങ്ങനെ ഇരിക്കേണ്ടതിന് പകരം ആ കാർഡ് അവർ ഇങ്ങനെ വെച്ചാണ് അയച്ചത്. ഒരാവശ്യമില്ലാത്ത ആ കാർഡിൻ്റെ വില പിന്നെയും കൂടി തലതിരിഞ്ഞ BGSലെ ലോകത്തിലെ ഒരേ ഒരു അംബ്രിയോണായി മാറിയത്. സോ അങ്ങനെയൊക്കെ ഇതിനകത്ത് ഈ